ചിക്കൻ വേസ്റ്റ് ശേഖരിക്കുന്നതിനുള്ള യൂസർ ഫീ ഉയർത്തിയ തീരുമാനം പിൻവലിക്കാൻ കലക്ടറുടെ നിർദ്ദേശം. യൂസർ ഫീ ഇരട്ടിയാക്കിയ മട്ടന്നൂരിലെ പ്ലാന്റിനെതിരെ ചിക്കൻ വ്യാപാരി സമിതി നൽകിയ പരാതിയിലാണ് നടപടി. കലക്ടറുടെ ചേംബറിൽ നടന്ന ചർച്ചയിൽ അധികം വാങ്ങിയ പണം വ്യാപാരികൾക്ക് തിരിച്ചു നൽകാനും തീരുമാനമായതായി ചർച്ചയ്ക്ക് ശേഷം വ്യാപാരി വ്യവസായ സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇ സജീവൻ അറിയിച്ചു. ചിക്കൻ വ്യാപാരികളുടെ യൂസർ ഫീ കുത്തനെ ഉയർത്തിയതിനെതിരെ ചിക്കൻ വ്യാപാരി സമിതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കളക്ടർ യോഗം വിളിച്ചത്. മട്ടന്നൂർ വിരാട് പ്ലാന്റാണ് 5 രൂപയിൽ നിന്നും 10 രൂപയാക്കി യൂസർ ഫീ വർദ്ധിപ്പിച്ചത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ചിക്കൻ വ്യാപാരി സമിതി വ്യക്തമാക്കിയിരുന്നു. ചർച്ചയിൽ യൂസർ ഫീ ഉയർത്തിയ നടപടി പിൻവലിക്കാൻ കളക്ടർ മട്ടന്നൂർ വിരാട് പ്ലാന്റിന് നിർദ്ദേശം നൽകിയതായും ഏകപക്ഷീയമായ നിരക്ക് വർധന ഉണ്ടാകരുതെന്ന് നിർദ്ദേശം നൽകിയതായും വ്യാപാരി വ്യവസായ സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇ സജീവൻ പറഞ്ഞു. മട്ടന്നൂരിലെ വീരാട് പ്ലാന്റ് ഇതിനെ അവഗണിച്ചുകൊണ്ട് ഒരു മുന്നറിയിപ്പുമില്ലാതെ ചിക്കൻ വ്യാപാരികളുടെ ഇടയിൽ നിന്നും 10 രൂപ ഈടാക്കിക്കൊണ്ട് അവരുടെ മാലിന്യ ശേഖരണം ആരംഭിച്ചു. ഇതിനെതിരായി വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പൊതുവിൽ ഉയർന്നു വന്നത്. വ്യാപാരി വ്യവസായ സമിതിയും വ്യാപാരി ചിക്കൻ സമിതിയും ഈ വിഷയത്തിൽ അടിയന്തരമായും കളക്ടർക്ക് പരാതി കൊടുക്കുകയും അതിൻ്റെ ഭാഗമായി ഇന്ന് കളക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇത്തരം കമ്പനികളെടുത്ത നടപടി തികച്ചും അനുചിതമാണെന്നും അടിയന്തരമായും അത് റദ്ദാക്കുകയും 10 രൂപ ഈടാക്കിയവർക്ക് അതിൽ 5 രൂപ തിരിച്ചു കൊടുക്കണം എന്നുള്ള തീരുമാനവും ഉണ്ടാവുകയാണ് ചെയ്തത്. വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് ഇതിൽ ചിക്കൻ വ്യാപാരി സമിതി പ്രതികരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും പറയാനുള്ളത്, ഇത്തരത്തിലുള്ള നടപടികളുമായി ഇത്തരം പ്ലാന്റ് ഉടമകൾ മുന്നോട്ട് പോയാൽ ഒരു സംശയവും വേണ്ട, കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ചിക്കൻ വ്യാപാരികളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു വലിയ രീതിയിലുള്ള പ്ലാന്റ് ഉണ്ടാക്കി ഇതിന് പരിഹാരം കണ്ടെത്താൻ ആവശ്യമായ നടപടിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകും എന്നാണ് അറിയിക്കാനുള്ളത്. കളക്ടറുടെ ചേംബറിൽ നടന്ന യോഗത്തിൽ യൂസർ ഫീ വർധന പിൻവലിക്കാനും നിലവിലുള്ള 5 രൂപ മാത്രം ഈടാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. വ്യാപാരികളിൽ നിന്ന് അധികമായി വാങ്ങിയ തുക തിരിച്ചു നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. ചിക്കൻ വ്യാപാരി സമിതി മുന്നോട്ട് വച്ച ആവശ്യങ്ങൾക്ക് ജില്ലാ ഭരണാധികാരികൾ അനുപൂർവമായ സമീപനമാണ് സ്വീകരിച്ചതെന്നും ഇ സജീവൻ പറഞ്ഞു. ചിക്കൻ വ്യാപാരി സമിതി നേതാക്കളായ KM അക്ബർ, മുഹമ്മദ് പിണറായി, ഇസ്മയിൽ പൂക്കോം, ഷുക്കൂർ PTP, വിമൽ കൃഷ്ണൻ, മുസ്തഫ കടവത്തൂർ, അസൂട്ടി തലശ്ശേരി, ഷിജിൽ പുന്യം എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.